കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി അന്യോന്യം യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. യുദ്ധത്തിൽ വിജയിച്ചവർ രാജ്യങ്ങൾ കൈയടക്കി. ജനങ്ങളുടെ മൌലിക ആവശ്യങ്ങൾക്ക് പോലും വില കൽപ്പിക്കാതെ ജനങ്ങളെ അടിമകളാക്കിയാണ് അവർ ചെയ്തത്. പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ സ്വന്തം പേരും പ്രശസ്തിയും സമ്പത്തും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ഇതിൽ പ്രധാന പങ്കുവഹിച്ചത് റോമ സാമ്രാജ്യമാണ്. 1911 കാലഘട്ടത്തിൽ ഇറ്റലി പല രാജ്യങ്ങളെയും വെട്ടിപ്പിടിച്ച് കൈവശമാക്കാൻ ആവേശം കാണിച്ചു. മെഡിറ്ററേനിയൻ കടലിന്റെ മറുഭാഗത്തുള്ള ലിബിയയെയാണ് അവർ ആദ്യം ലക്ഷ്യം വെച്ചത്. ഇതിനുവേണ്ടി ട്രിപ്പോളിയിൽ ഇറ്റലി തങ്ങളുടെ സേനയെ വിന്യസിച്ചു. പിന്നീട് ബംഗാസി, ഗ്നാര, സെർട്ട്, ഡർന, തൊബ്രുക്ക് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സേനയെ അയച്ചു. ലിബിയയിലുള്ള ജനങ്ങൾ അതിസാഹസികമായി പ്രതിരോധിച്ചെങ്കിലും രാജ്യം കൈയടക്കിയ ഇറ്റലിക്ക് പിന്നീട് അത് ഭയങ്കര തലവേദനയായി മാറുകയാണ് ചെയ്തത്. 1922 ഇറ്റലിയിൽ ചരിത്ര പ്രാധാന്യമുള്ളൊരു മാറ്റം സംഭവിച്ചു. അതാണ് മുസോളിനിയുടെ രംഗപ്രവേശനം, ഏകാധിപത്യത്തിന്റെ തുടക്കം. ലിബിയയിൽ ഒമർ മുഖ്താറിന്റെ നേതൃത്വത്തിൽ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. വിപ്ലവകാരികളെ അമർച്ച ചെയ്യുവാൻ ഇറ്റലി അതിക്രൂരമായ തന്ത്രങ്ങളും പീഡനമുറകളുമാണ് സ്വീകരിച്ചത്. ഒരു പുതിയ ചരിത്രം നാം സൃഷ്ടിക്കാൻ പോവുകയാണ്. ലോകം മുഴുവനും ഒരു പതാക മാത്രമേ ഇനി പറക്കാൻ പാടുള്ളൂ. അത് ഇറ്റലിയുടെ ദേശീയ പതാകയായിരിക്കണം. Fire! ഇറ്റലി പട്ടാളം വരുന്നു. എല്ലാരും പോയി ഒളിക്ക്. ഇസ്മയിൽ, വേഗം വാ, ഇക്കാനെ പിടിച്ചോ. സ്ത്രീകളെല്ലാം പോയി ഒളിക്കേ. ആരെയും വിടാതെ എല്ലാവരെയും പിടിക്കുക. മാറിക്കണം. എല്ലാവരും പുറപ്പെടാതെ വേഗം വേഗം.
നിക്കിൻ. തിരിഞ്ഞു നിൽക്കുക. സർക്കാരിനെതിരെ കലാപത്തിൽ ഏർപ്പെട്ടതിന് ഓരോരുത്തരെയായി കൊല്ലാൻ പോവുകയാണ്. One, 2, 3, 4, 5. ഉസ്താദ് എവിടെ? അവര് നമ്മളെ കെണിയിൽ അകപ്പെടുത്തി. തുടങ്ങിക്കോ.
ഹീസ് ഗ്രേറ്റ്. വയസ്സനാണെങ്കിലും സിംഹം സിംഹം തന്നെയാ. ആരാത്? ഷെരീഫ് അൽ ഗാരിയാനി. നമുക്ക് അയാളെ കൊണ്ട് ഗുണമുണ്ട്. ഉമർ മുക്താരുടെ പഴയ സുഹൃത്താ. നമുക്ക് പ്രയോജനം ഉണ്ടാകും. തീർച്ചയായും. അദ്ദേഹത്തെ വിളിക്കും. സർ, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ആളാണ് അദ്ദേഹം. താങ്കളെ ജനറൽക്ക് കാണണമെന്ന്. ജനറൽ ഗ്രാസിയാനി, ഇദ്ദേഹം നമ്മുടെ ഭരണത്തെ അനുകൂലിക്കുന്ന ഷെരീഫ് അൽ ഗാരിയാനി. താങ്കൾക്ക് ഉമർ മുക്തറിനെ നന്നായിട്ട് അറിയാമെന്ന് കേട്ടു. അതെ, അറിയാം. അവൻ ഞങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ എന്താ ഒരു വഴി? അതെനിക്കറിയില്ല. അവൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര പിടിവാശിക്കാരനാണ്. ഒരുപക്ഷെ ഈ കാര്യത്തിൽ താങ്കൾക്ക് എന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞങ്ങളെ സഹായിച്ചാൽ അതിന്റെ പ്രത്യുപകാരം വളരെ വിലപ്പെട്ടതായിരിക്കും. കുഫ്രയുടെ പതനം നമ്മളെ മാനസികമായി തളർത്തിയിരിക്കുക. നമുക്ക് തെക്ക് ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. ഈജിപ്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന ആയുധങ്ങൾ ഇനി തുടർന്ന് ലഭിക്കുകയില്ല. നമുക്കിപ്പോ ആവശ്യങ്ങൾ ധാരാളമുണ്ട്. പ്രധാനമായും ഭക്ഷണം. മലയിടുക്കിലൂടെ ഇറ്റാലിയൻ സൈന്യം വരുന്നുണ്ട്. എത്ര വണ്ടിയുണ്ട്? 3. അതിലൊന്നില് വെള്ളക്കൊടി കെട്ടിയിട്ടുണ്ട്. കടത്തിവിട്ടേരെ. ശരി. എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഓ, ഷെരീഫ് അൽ ഗാരിയാനി. ഇറ്റലിക്കാരുടെ വണ്ടി ഉപയോഗിച്ചാ ഇവിടേക്ക് വന്നത്. അപ്പോ വഴിയിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായില്ലെന്ന് അർത്ഥം. താങ്കളോട് അല്പം സംസാരിക്കണം, തനിച്ച്. കാരണം ഇവർക്ക് മുമ്പിൽ വെച്ചത് പറയാനാകില്ല. എന്നാൽ അത് എന്നോട് പറയേണ്ട കാര്യമില്ല. ഒമർ, അവരുടെ മുമ്പിൽ നിനക്ക് കീഴടങ്ങിക്കൂടെ? ഗ്രാസിയാനെ അനുസരിച്ചാൽ എന്താ നിനക്ക്? നമ്മുടെ മുഹമ്മദ് നിന്നെ സുരക്ഷിതമായി വിദേശത്തേക്ക് കൊണ്ടുപോകും. സുരക്ഷിതമായിട്ടോ? എങ്ങോട്ട്? ഈജിപ്തിലേക്ക്. ഈജിപ്തിലേക്കല്ലേ? അവന്റെ ജ്യേഷ്ഠന്റെ കൂടെ ഒളിച്ചു താമസിക്കാൻ. നിങ്ങൾ സന്യാസി സമൂഹം ധൈര്യമുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നീ ഒരു ഭീരു. മാതൃരാജ്യം ഒറ്റിക്കൊടുത്ത് ശത്രുക്കൾക്ക് അടിമയായി ജീവിക്കുന്ന ഭീരു. ഞങ്ങൾ നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്തതല്ലേ? സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി യുദ്ധം ചെയ്തതാ. നീ ഇപ്പൊ അവരുടെ കൂടെയല്ലേ ഉള്ളത്? അങ്ങനെ പറയരുത്. ഞങ്ങളുടെ എല്ലാ കാര്യവും അവരാ നോക്കുന്നത്. അതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്നതാ. ഈ നാടിപ്പോൾ ഭരിക്കുന്നത് ഇറ്റലിക്കാരാണ്. ഇല്ല, ഈ മണ്ണിൽ ജനിക്കാത്ത ആർക്ക് ഈ നാട് ഭരിക്കാൻ കഴിയില്ല. അതിന് ഞങ്ങൾ അനുവദിക്കില്ല. ഒമർ മുക്താർ പറയുന്നത് കേൾക്ക്. ഒരു രാജ്യവും നിങ്ങളെ സഹായിക്കില്ല. നടക്കാത്ത കാര്യമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ഇറ്റലിക്കാരെ ഭയന്ന് ആരും ഇങ്ങോട്ട് കടന്നു വരില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണയും ലഭിക്കില്ല. ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞു. ഈ യുദ്ധം ലീഗ് ഓഫ് നേഷൻസിന് വേണ്ടി നടക്കുന്നതല്ല. അത് ഈ മണ്ണിന് വേണ്ടിയാ നടക്കുന്നത്. ഈ മണ്ണിലാ നടക്കുന്നത്. ഒമർ, നിനക്ക് അവരോട് ജയിക്കാൻ കഴിയില്ല. ഈ യുദ്ധം കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ഇന്ന് ഞങ്ങൾ നടത്തുന്ന യുദ്ധം കൊണ്ട് അടുത്ത തലമുറയ്ക്കാണ് അതിന്റെ ഗുണമുണ്ടാകുന്നത്. അടുത്ത തലമുറ ഉണ്ടെങ്കിലല്ലേ? അവരെല്ലാം ക്യാമ്പിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുക. അവര് മാത്രമല്ല, പ്രായമായവരും. അതെ, എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുക. അത് സത്യമാ. പക്ഷെ അവരാരും നിന്നെപ്പോലെ ഭീരുവല്ല. എന്റെ മണ്ണ് ഞാൻ ഒറ്റിക്കൊടുക്കുന്നതും എന്റെ ഉമ്മയെ ഞാൻ വിൽക്കുന്നതും ഒന്നു തന്നെയാ. എന്റെ ശരീരം ഈ മണ്ണിന്, ജീവൻ ഈ നാടിന്. ഒമറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. 70 വർഷം മുമ്പ് ഈ നാട്ടിൽ നമ്മൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാ. അതെ, എനിക്കെല്ലാം ഓർമ്മയുണ്ട്.
പക്ഷെ അന്ന് നമ്മുടെ ലക്ഷ്യങ്ങൾ ഒന്നായിരുന്നു. നിനക്ക് സമാധാനമായി ജീവിക്കാനുള്ള അവസാനത്തെ അവസരമാ. ദയവായിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. നമ്മുടെ നാട് അവര് പിടിച്ചടക്കിയതും നമ്മുടെ വീടുകൾ കത്തിച്ചതും പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കിയതുമാണോ സമാധാനം? അങ്ങനത്തെ രക്തദാഹികളുടെ സമാധാനം എനിക്ക് ആവശ്യമില്ല. എന്നാ ഞങ്ങൾ പുറപ്പെടുകയാ. ദയവായി പൊയ്ക്കൊള്ളൂ. അതാ നിങ്ങൾക്ക് നല്ലത്. നോ നോ, എന്നെ കൊല്ലരുത്. ജീവന് വേണ്ടി യാചിക്കരുത്. ധീരന് ചേർന്നതല്ലത്. വളഞ്ഞു പിടിക്കേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ കാലം കാത്തിരുന്നതല്ലേ? ഇനി നിങ്ങൾ കാത്തിരിക്കെ. എനിക്ക് നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ. എന്തിനാ ഞങ്ങളോട് എതിർത്ത് യുദ്ധം ചെയ്യുന്നത്? കുറഞ്ഞ ആൾബലം കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? ഒരു ധീരന്റെ കടമയാണ് പോരാടുക എന്നത്. പക്ഷെ നിങ്ങളുടെ നാടിന്റെ നാശം നിങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ നാടിന്റെ നാശം നിങ്ങളാ. നിങ്ങളുടെ രാജ്യം അന്യർ ആക്രമിച്ചാൽ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ ഞങ്ങളുടെ ആളുകളെ കൊല്ലുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതിയോ? പറയൂ. ഇവിടെ കുടിയേറിയിട്ടുള്ള ഞങ്ങളുടെ ആളുകളെയും വ്യവസായികളെയും എന്തിനാ വിരട്ടി ഓടിക്കുന്നത്? ഞങ്ങളുടെ ഭൂമിയാണ്. നിങ്ങളുടെ വ്യവസായികൾക്ക് ഞങ്ങളുടെ ഭൂമിയിൽ കൃഷി ഇറക്കാൻ യാതൊരു അവകാശവുമില്ല. ഇവിടെ തങ്ങാനും അധികാരമില്ല. മറ്റാരേക്കാളും ഇവിടെ സർവാധികാരം ഇറ്റലിക്കാണ്. ഇംഗ്ലണ്ടിന് ഈജിപ്തിന് മേലും ഫ്രാൻസിന് ടുണീഷ്യയുടെയും അൾജീരിയയുടെയും മേലും സ്പെയിന് മൊറാക്കോയുടെ മേലും അധികാരമുണ്ട്. എന്നാലും ആർക്കും ഞങ്ങളുടെ അത്രയും പിന്തുടർച്ച അവകാശമില്ല. നൂറ്റാണ്ടുകളായി ഞങ്ങൾക്ക് ഈ നാടിന് മേൽ അവകാശമുണ്ട്. നിങ്ങളുടെ സൈന്യബലം കൊണ്ട് ഞങ്ങളെ ആക്രമിച്ചിട്ട് ഇപ്പോഴാ അന്യായം ന്യായീകരിക്കുകയാണോ? ഒരു നാടിനും മറ്റൊരു നാടിനെ ആക്രമിക്കാൻ അവകാശമില്ല. ഞങ്ങൾക്ക് അവകാശമുണ്ട്. ആർക്കും അത് തടയാൻ കഴിയില്ല. ഈ നാണയം കണ്ടോ? ഇത് സീസറുടെ കാലത്തെ നാണയമാ. ലിബിയയിലാണ് ഇത് ഉണ്ടാക്കിയത്. തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പ് ഈ നാട് ഗ്രീക്കുകാരും തുർക്കികളും ഫിനീഷിക്കാരും ഭരിച്ചിരുന്നു.
അവരുടെ നാണയങ്ങളും ഈ നാട് മുഴുവൻ കാണാം. അതുകൊണ്ട് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കാൻ പറ്റുമോ? ശരി, കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾക്ക് കാഴ്ചക്കുറവുണ്ടല്ലേ? നിങ്ങളുടെ കണ്ണട എനിക്ക് കിട്ടി. ഇത് കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് അധികനാൾ പിടിച്ചു നിൽക്കാനാവില്ലെന്ന്. എന്റെ കണ്ണട അതും നിങ്ങളുടെ തടവറയിലായോ? ഞാൻ നിങ്ങളുടെ ശത്രുവല്ല. ഇത് വച്ചോളൂ. അതെ, ഇത് വളരെ പഴക്കമുള്ള നാണയം തന്നെയാ. പക്ഷെ ഇത് കാരണമാക്കി ഞങ്ങളുടെ രാജ്യം പിടിച്ചടക്കാമെന്ന് കരുതണ്ട. നിങ്ങളുടെ ധനം പോലെ നിങ്ങളുടെ അധികാരവും ആയുസില്ലാത്തതാണെന്ന് മറക്കരുത്. ഞാൻ നിങ്ങളുടെ ഭൂതകാലത്തെ ബഹുമാനിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഭൂതകാലവും നിങ്ങൾ ബഹുമാനിക്കണം. വൈദ്യത്തിലും ശാസ്ത്രത്തിലും വിജ്ഞാനത്തിലും നിങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങൾ പ്രാഗൽഭ്യം തെളിയിച്ചവരാ. നിങ്ങളുടെ ആളുകൾക്ക് കീഴടങ്ങാൻ ഇനിയും എത്ര നാൾ വേണ്ടിവരും? ഞങ്ങൾ കീഴടങ്ങുകയില്ല. ഒന്നുകിൽ ജയിക്കും, അല്ലെങ്കിൽ മരിക്കും. ഇതിവിടം കൊണ്ട് അവസാനിക്കില്ല. അടുത്ത തലമുറയും അതിന്റെ അടുത്ത തലമുറയും നിങ്ങൾക്കെതിരെ പൊരുതും. നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നാലും ശരി, ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളെ തൂക്കിലേറ്റുമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് പെൻഷൻ തന്ന് വീട്ടുതടങ്കലിൽ പാർപ്പിക്കാനും കഴിയില്ല. ഞാൻ നിങ്ങളെ തൂക്കിലേറ്റിയാൽ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യേണ്ടി വരും. എങ്കിലും മറ്റുള്ളവർക്കതൊരു പാഠമായിരിക്കും. മനക്കരുത്തുള്ള പോരാളിക്ക് തൂക്കുമരം പട്ടുമെത്തയാണെന്ന് മറക്കണ്ട. ഈ ചങ്ങല നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നുണ്ടോ? ഈ ചങ്ങലയല്ല, നിങ്ങളുടെ സർവാധികാരമാണ് അരോചകം. സിറ്റ് ഡൗൺ. നന്ദി. നിങ്ങൾക്കറിയുമോ, ഞാൻ ഇടയ്ക്ക് വിചാരിക്കും, നിങ്ങളും ഞാനും തുല്യ ശക്തിയുള്ള ശത്രുക്കളാണെന്ന്. ഞാൻ എന്തെങ്കിലും നിങ്ങളെ പിടികൂടി സീസറിനെ പോലെ ചർച്ചകൾ... ജനറൽ, ആ സീസർ നേരിട്ടിറങ്ങി വന്നാലും ഒമർ മുക്താറിനെ അടിയറവ് വെപ്പിക്കാനാവില്ല. നിങ്ങളുടെ ആത്മധൈര്യം എനിക്കിഷ്ടമായി. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. ദയവായി ഞാൻ പറയുന്നതനുസരിക്ക്. നിങ്ങൾ പറയുന്നതിനൊക്കെ സമ്മതിച്ചാൽ എന്നെ വിട്ടയക്കുമല്ലേ? ജീവന് വേണ്ടി നിങ്ങൾ യാചിക്കുകയാണെങ്കിൽ ഉടനെ വിട്ടയക്കാം. ഒരു സെക്കൻഡിനുള്ളിൽ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്റെ നാടിനെ ദ്രോഹിക്കണമല്ലേ? ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങൾക്ക് എല്ലാ അവസരവും തന്നു മുക്താർ. ഇനി എനിക്ക് ക്ഷമയില്ല. ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ ജനറൽ. ആരുമില്ലാത്ത ഈ മുറിയിൽ വെച്ച് ജീവന് വേണ്ടി ഞാൻ യാചിച്ചെന്ന് പുറത്തുപോയി കളവ് പറയരുത്. നോ, നിങ്ങളെ കുറ്റം പറയില്ല. മറ്റുള്ളവരെ കൊണ്ട് പറയിക്കുകയുമില്ല. കാരണം നിങ്ങളൊരു ധീര യോദ്ധാവാണ്. ഈ ധൈര്യം നേരം പുലരും വരെ ഉണ്ടോ എന്ന് നോക്കട്ടെ. കൂടെ പിറന്ന ധൈര്യം ജീവൻ പോകുന്നതുവരെ കൂടെ തന്നെ ഉണ്ടാകും. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്ക്. ശത്രുക്കളുടെ ഫോട്ടോ ശേഖരിക്കുന്നത് എന്റെ ഒരു ശീലമാണ്.
പടച്ചവനെ, എന്റെ ജീവൻ ഈ നാടിന്റെ മോചനത്തിനൊരു തുടക്കമാകട്ടെ. ഞങ്ങൾ കീഴടങ്ങിയില്ല. ഇവിടം കൊണ്ട് ഈ പോരാട്ടം അവസാനിക്കില്ല. അടുത്ത തലമുറയും അതിനടുത്ത തലമുറയും ഇത് തുടരും. നിങ്ങൾ എന്നെ തൂക്കിക്കൊന്നാലും ശരി, ഈ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും.